ഇസ്രായേൽ ലക്ഷ്യമാക്കി ഇറാൻ നടത്തിയ അതിശക്തമായ ക്ലസ്റ്റർ ബോംബാക്രമണത്തിൽ വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ടെലവീവിനോട് ചേർന്നുള്ള രമത് ഖാൻ നഗരത്തിൽ ഇറാന്റെ മിസൈൽ പതിച്ച് ഒരു വലിയ കെട്ടിടം പൂർണ്ണമായും തകർന്നു വീണു. അതീവ മാരകമായ ക്ലസ്റ്റർ ബോംബുകളാണ് ഇറാൻ പ്രയോഗിച്ചതെന്ന് ഇസ്രായേൽ പ്രതിരോധ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. ആക്രമണത്തെ തുടർന്ന് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വൻ തീപിടുത്തമുണ്ടാവുകയും ജനങ്ങൾ പരിഭ്രാന്തരായി ചിതറിയോടുകയും ചെയ്തു. തകർന്ന കെട്ടിടത്തിനുള്ളിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് പ്രാഥമിക വിവരങ്ങൾ. രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തി അവശിഷ്ടങ്ങൾക്കിടയിൽ തിരച്ചിൽ തുടരുകയാണ്. ഇതിനു പുറമെ റോഷായ് നഗരത്തിലും ഇറാന്റെ ആക്രമണം ഉണ്ടായി. ഇവിടെ പ്രധാന വൈദ്യുതി വിതരണ ലൈനുകൾക്ക് മുകളിലാണ് മിസൈലുകൾ പതിച്ചത്. ഇതേ തുടർന്ന് നഗരത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും പൂർണ്ണമായും ഇരുട്ടിലായി. വൈദ്യുതി നിലച്ചതോടെ വാർത്താവിനിമയ സംവിധാനങ്ങളും തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങളെയും നിർണായക അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഇറാൻ ഈ ആക്രമണം ആസൂത്രണം ചെയ്തതെന്ന് മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്യുന്നു. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നാണ് ചില ബോംബുകൾ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചത് എന്നത് ഇസ്രായേൽ സൈന്യത്തെ ആശങ്കയിലാക്കുന്നുണ്ട്. ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം വലിയൊരു പ്രവിശ്യയെ ഒരേ സമയം ബാധിച്ചതിനാൽ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിലുടനീളം അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ജനങ്ങൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇറാന്റെ ഈ നീക്കത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യയിൽ യുദ്ധം കൂടുതൽ പ്രവചനാതീതമായ തലത്തിലേക്ക് നീങ്ങുകയാണെന്ന സൂചനയാണ് രമത് ഖാനിലെയും റോഷ് ഹായിനിലെയും സംഭവങ്ങൾ നൽകുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്ന് ഇത്രയും ശക്തമായ ഒരു പ്രത്യാക്രമണം ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നഗരങ്ങളിലെ സ്തംഭനാവസ്ഥ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തുടരുകയാണ്.